അല്ലെങ്കിലും കോൺഗ്രസ് നേതാക്കൾ പറയുന്നതാണ് തെറ്റ്, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി. BJP നേതാക്കൾ വായിൽ തോന്നിയത് എന്ത് വിളിച്ചു പറഞ്ഞാലും അത് കൈകൂപ്പി കേട്ടുനിന്നോണം. ഇപ്പോൾ മോഹൻ ഭാഗവതിന് മറുപടി നൽകിയ രാഹുൽ ഗാന്ധിയെ പൂട്ടാനുള്ള ശ്രമത്തിലാണ് BJP. മോഹൻ ഭാഗവതിന്റെ വിവാദ പരാമർശത്തിന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നൽകിയ മറുപടി വിവാദത്തിലായിരിക്കുകയാണ്. പ്രതിപക്ഷം പോരാടുന്നത് BJPയോടും RSSനോടും മാത്രമല്ലെന്നും ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയാണെന്നും പറഞ്ഞതാണ് വിവാദമായത്. ന്യൂഡൽഹിയിൽ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു രാഹുലിന്റെ ഈ വിവാദ പരാമർശം. രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ്: RSS പ്രത്യയശാസ്ത്രത്തോടുള്ള നമ്മളുടെ പോരാട്ടം ന്യായമായ പോരാട്ടമാണെന്ന് ആരും കരുതരുത്. ഇതിൽ ഒരു ന്യായവുമില്ല. നമ്മൾ പോരാടുന്നത് BJP എന്ന രാഷ്ട്രീയ സംഘടനയ്ക്കെതിരെയാണ്, RSSനെതിരെയാണ്. എന്താണ് രാജ്യത്ത് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. BJPയും RSSും ചേർന്ന് രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളെയും പിടിച്ചെടുത്തു. പോരാട്ടം BJPക്കെതിരെയാണ്, RSSനെതിരെയാണ്, ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയാണെന്നാണ് രാഹുൽ തുറന്നടിച്ചത്. പിന്നാലെ രാഹുലിന്റെ പ്രസ്താവനയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് BJP രംഗത്ത് വന്നു. കോൺഗ്രസിന്റെ തനി നിറം ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണെന്നാണ് BJP അധ്യക്ഷൻ JP നദ്ദ തുറന്നടിച്ചത്. രാജ്യത്തിന് അറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞതിന് രാഹുൽ ഗാന്ധിയെ താൻ അഭിനന്ദിക്കുകയാണെന്നും രാഹുൽ ഗാന്ധിക്ക് അർബൻ നക്സലുകളുമായും ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഡീപ് സ്റ്റേറ്റ് ശക്തികളുമായും ബന്ധമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രതിപക്ഷം ഇന്ത്യക്കെതിരെയാണ് പോരാടുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി പിന്നെ എന്തിനാണ് ഭരണഘടനയുടെ പകർപ്പ് കയ്യിൽ വച്ചിരിക്കുന്നതെന്നായിരുന്നു ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചോദിച്ചത്. ഏതായാലും രാഹുൽ ഗാന്ധി പറഞ്ഞത് ഏറ്റെടുത്ത് വൻ വിവാദമാക്കുകയാണ് BJP. രാഹുലിനെ പൂട്ടാനുള്ള എല്ലാ തന്ത്രങ്ങളും അവർ ഇറക്കുകയാണ്. ഇൻഡോറിലെ ഒരു പരിപാടിയിലാണ് മോഹൻ ഭാഗവത് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചത് രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷമാണെന്ന് പറഞ്ഞത്. ഇന്ത്യയുടെ പരമാധികാരത്തെ അടയാളപ്പെടുത്തുന്നതാണ് പ്രതിഷ്ഠാ ദിനമെന്നും ഈ ദിവസം പ്രതിഷ്ഠ ദ്വാദശി ആയി ആഘോഷിക്കാനും ഭഗവത് നിർദ്ദേശിച്ചിരുന്നു. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയെ കണ്ടത് RSS മേധാവി അനുസ്മരിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും മതേതരത്വമാണെന്ന മുഖർജിയുടെ വാക്കുകൾ അദ്ദേഹം വിവരിച്ചു. എന്നാൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചില്ലെന്ന ഭഗവതിന്റെ വാദം എല്ലാ ഇന്ത്യക്കാരെയും അനാദരിക്കുന്നതാണെന്ന് രാഹുൽ മറുപടി നൽകി. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും 2-3 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയാനുള്ള നാണമില്ലായ്മ മോഹൻ ഭാഗവതിനുണ്ട്. പക്ഷേ ഇന്നലെ പറഞ്ഞത് രാജ്യദ്രോഹമാണ്. കാരണം ഭരണഘടന അസാധുവാണെന്നും ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടം അസാധുവാണെന്നുമാണ് മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത്. മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നുവെങ്കിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടേനെയെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതാണിപ്പോൾ BJPയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. പുതിയ തുറുപ്പുചീട്ട് കിട്ടിയ സ്ഥിതിക്ക് ഇനി ഇതുവെച്ചാകും BJPയുടെ പയറ്റ്.